തൃശ്ശൂരിൽ എ.ടി.എം കൗണ്ടറിലേക്ക് യുവാവിൻ്റെ പരാക്രമണം. തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്താണ് എ.ടി.എം കൗണ്ടറിൽ യുവാവ് കാട്ടിക്കൂട്ടിയത്? യുവാവിൻ്റെ പേരെന്താണ്? യുവാവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അജി, ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് തൃശൂർ പാട്രായ്ക്കലിലുള്ള ഇസാഫ് സ്മോൾ ഫിനാൻസിംഗ് ബാങ്കിന്റെ എ.ടി.എമ്മിലേക്ക് പത്തനംതിട്ട സ്വദേശിയായ രജീഷ് ചൈനീസ് പടക്കം എറിഞ്ഞു പൊട്ടിക്കുന്നത്. ഇയാൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ, തിരുവനന്തപുരത്താണ് ഇയാൾക്ക് ഈ ബാങ്കിന്റെ അക്കൗണ്ട് ഉള്ളത്. ഇയാൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും 1.5 ലക്ഷം രൂപയോളം വില വരുന്ന ബൈക്ക് ലോണായിട്ട് എടുത്തിരുന്നു. ഈ ലോണിന്റെ അടവ് മുടങ്ങിയതോടെ ചെക്ക് ബൗൺസിംഗ് ചാർജ് ഈടാക്കി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതിനെക്കുറിച്ച് അറിയാനാണ് ഇയാൾ തൃശൂർ പാട്രായ്ക്കലുള്ള ബാങ്കിലേക്ക് എത്തിയത്. ഉദ്യോഗസ്ഥർ, ബാങ്ക് ജീവനക്കാർ ബൗൺസിംഗ് ചാർജാണ് ഈടാക്കിയതെന്ന് പറഞ്ഞ് ഇയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചു. ഈ ബൗൺസിംഗ് ചാർജ് ഈടാക്കിയതോടെ ഇയാളുടെ അക്കൗണ്ടിൽ 1700 രൂപ മൈനസ് ബാലൻസ് ആയി വന്നു. ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഒടുവിൽ ബാങ്ക് ജീവനക്കാരുമായി തർക്കത്തിലായ ഇയാൾ ബാങ്കിൽ നിന്നും പുറത്തിറങ്ങി നേരെ എ.ടി.എം കൗണ്ടറിലേക്ക് വന്ന് എ.ടി.എം കൗണ്ടറിലേക്ക് കയറി ഉടൻ പുറത്തിറങ്ങിയ ശേഷം പടക്കം തീ കൊടുത്ത് എറിയുകയായിരുന്നു എ.ടി.എം കൗണ്ടറിനുള്ളിലേക്ക്. ഉഗ്ര ശബ്ദത്തോടെയാണ് ഈ എ.ടി.എം കൗണ്ടറിനുള്ളിൽ ഈ പടക്കം പൊട്ടിത്തെറിച്ചത്. തുടർന്ന് ഇയാൾ അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നു. ഒടുവിൽ പോലീസ്, തൃശൂർ ഈസ്റ്റ് പോലീസും അതുപോലെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും എല്ലാം ബാങ്കിലെത്തി വിവിധ തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അതുപോലെ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ ബാങ്കിൽ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇയാൾ പത്തനംതിട്ട സ്വദേശി രജീഷ് ആണെന്ന് പോലീസിന് മനസ്സിലായത്. ഒടുവിൽ ഇയാൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വൈകിട്ടോടെ ഇയാൾ തൃശൂർ കണിമംഗലത്ത് നിന്നുമാണ് ഇപ്പോൾ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ 3 മാസമായി തൃശൂരിൽ പ്ലംബിംഗ് ജോലി ചെയ്തു വരികയാണ് ഒരു കോൺട്രാക്ടറുടെ കീഴിൽ. ഇയാൾ കണിമംഗലത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായത്. ഇയാളുടെ അറസ്റ്റ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അജി, ഒപ്പം തന്നെ അനീഷ്, നമുക്ക് ആ എ.ടി.എം കൗണ്ടറിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സാരമായി തന്നെയുള്ള ഒരു നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അത്തരം എ.ടി.എം കൗണ്ടറിനുള്ളിലെ കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ എ.ടി.എം മെഷീനോ അത്ര കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഇയാൾ ഈ മൈനസ് ബാലൻസ് വന്നതിനെ തുടർന്നുള്ള പ്രകോപിതനാവുകയും അതിന്റെ രോഷം ഈ പടക്കം എറിഞ്ഞ് തീർക്കുകയുമായിരുന്നു. പടക്കം എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത പടക്കമാണ് ഇയാൾ പൊട്ടിച്ചതും. ആദ്യഘട്ടത്തിൽ ബോംബ് പൊട്ടിയതോ അല്ലെങ്കിൽ പന്നിപ്പടക്കം എറിഞ്ഞു എന്നൊക്കെയായിരുന്നു പ്രചരിച്ചിരുന്നതെങ്കിലും പിന്നീട് വിദഗ്ധ പരിശോധനയിൽ ചൈനീസ് നിർമ്മിത പടക്കമാണ് ഇയാൾ എറിഞ്ഞ് എ.ടി.എം കൗണ്ടറിനുള്ളിലേക്ക് തീ കൊളുത്തി എറിഞ്ഞ് പൊട്ടിച്ചതെന്ന് വ്യക്തമായി. ഇയാളുടെ അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് വന്നതിലുള്ള രോക്ഷമാണ് ഇയാൾ അവിടെ എ.ടി.എം കൗണ്ടറിൽ പടക്കം എറിഞ്ഞ് പൊട്ടിച്ച് തീർത്ത് എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാൾ അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഈ പൊട്ടിയ സമയത്ത് വലിയ രീതിയിലുള്ള പുകയും ശബ്ദവും എല്ലാം സമീപത്തുള്ളവർക്ക് മനസ്സിലായി. എന്താണ് സംഭവിച്ചെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റു വല്ലതുമാണോ എന്നാണ് സമീപത്തുള്ളവർ ധരിച്ചിരുന്നത്. തുടർന്ന് തൊട്ടപ്പുറത്ത് മറ്റൊരു സ്വകാര്യ ബാങ്ക് ഉണ്ടായിരുന്നു. ഈ ബാങ്കിലെ ജീവനക്കാരെല്ലാം ഓടി എത്തി നോക്കിയപ്പോഴാണ് എ.ടി.എം കൗണ്ടറിനുള്ളിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായതെന്ന് മനസ്സിലായി. ഇയാൾ പൊട്ടിച്ചതിന് ശേഷം, ഈ പടക്കം പൊട്ടിച്ചതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് ഈസ്റ്റ് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ പത്തനംതിട്ട സ്വദേശി രജീഷ് ആണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായത്. തുടർന്ന് ഇയാൾക്കുള്ള അന്വേഷണം ആരംഭിച്ചു. ഇയാളുടെ ഫോൺ നമ്പറുകളെല്ലാം അക്കൗണ്ട് ഡീറ്റെയിൽസിലുണ്ട്. ഈ നമ്പർ ലൊക്കേഷൻ എല്ലാം ട്രേസ് ചെയ്താണ് ഇപ്പോൾ ഒടുവിൽ കണിമംഗലത്ത് ഇയാളുടെ വാടക വീട്ടിൽ നിന്നും ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അജി, ശരി അനീഷ്.